ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു കഥയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നൊരു കഥയാണ്. ഒരു പിക്ചർ സ്റ്റോറിയാണ്. റീഡ് ആൻഡ് റീജോയ്, അതായത് വായിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് അധികം ചോദ്യങ്ങളൊന്നുമില്ല, 2-3 ആക്ടിവിറ്റീസാണ് ഇതിനെ തുടർന്നിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ആക്ടിവിറ്റി 70, 80, 90 എന്നിവയാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് പാഠത്തിൻ്റെ പേര്? സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. അപ്പോൾ ആരാണ് ഈ സ്നെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചാണ്. ബ്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നു, ദ മെയിൽ, അതായത് ഒച്ച് മെയിലുകൾ കൊണ്ടുവരുന്നു എന്നതാണ്. അതിൽ ചിത്രവും വളരെ മനോഹരമായി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി തുടങ്ങാം. Here is a Mr. Snail. He brings the mail. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്റ്റർ സ്നെയിൽ, അതായത് മിസ്റ്റർ ഒച്ചിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഹി ബ്രിങ്സ് ദ മെയിൽ, അതായത് മെയിലുമായിട്ട് കൊണ്ടുവരുന്നു. അതായത് മെയിൽ എന്ന് പറയുന്നത് കത്തുകളും അതുപോലെ തന്നെ പാർസലുകളും ഒക്കെ ഓരോ ആളുകൾക്ക് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഒച്ച് അല്ലെങ്കിൽ മിസ്റ്റർ സ്നെയിൽ എന്ന് പറയുന്നത് ആരാണ്? ഒരു പോസ്റ്റ്മാൻ ആണ്. ഓക്കെ, എവ്രി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫെയിൽ. ഒരു വിട്ടുവീഴ്ചകളും ഇല്ലാണ്ട് തന്നെ എല്ലാ ദിവസവും സ്നെയിൽ ഓരോ മെയിലുകളും കൊണ്ടുപോയി അതത് സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് കൊടുക്കും. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. അപ്പോൾ ആരുടെ അടുത്തേക്കാണ് പോയത്? ഫോക്സിൻ്റെ, കുറുക്കൻ്റെ അടുത്തേക്കാണ് പോയത്. നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആ മിസ്റ്റർ ഫോക്സിനെയും അവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി, അതായത് അതിന് ശേഷം ആരുടെ കാണാനാണ് മിസ്റ്റർ സ്നെയിൽ പോയത്? ഹണി ബി, മിസ് ഹണി ബിയെ കാണാനാണ് പോയത്. ഹായ് മിസ് ബി, സീ ദിസ് ബോക്സ്, ദർ ആർ ഫോർ യു. അതായത് നോക്കൂ, ഈ ബോക്സുകളെല്ലാം, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. മിസ്റ്റർ സ്നെയിൽ വിസിറ്റഡ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. അതായത് പിന്നീട് ആരുടെ അടുത്തേക്കാണ് പോയത്? ഔൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂങ്ങയുടെ അടുത്തേക്ക് കുറച്ച് മെയിലുകളുമായിട്ട് മിസ്റ്റർ സ്നെയിൽ പോയി. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്, അതായത് ഇതിൽ കുറച്ച് ഇതൊക്കെ കുറച്ച് ബർത്ത്ഡേ കാർഡ്സ് ആണ്. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്, 10 കാർഡ്സ് ഫോർ മീ. അതായത് വളരെയധികം മഹത്തരമാണ്. അതുപോലെ തന്നെ 10 കാർഡുകളും എനിക്കാണോ? ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. അതായത് നീ കുറച്ച് വൈകി, എൻ്റെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. ഹോ, ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അതായത് നമ്മൾ ആ ദിവസം കഴിഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ ബിലേറ്റഡ് എന്ന് പറയുക. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ് അവളിനോട് മിസ്റ്റർ സ്നെയിൽ. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതായത് മിസ്റ്റർ സ്നെയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി വർക്ക്സ് വെരി ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. അതായത് അവൻ വളരെയധികം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതായത് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു റെസ്റ്റും എടുക്കാറില്ല. മിസ്റ്റർ സ്നെയിൽ ഈസ് എ സ്ലോ, സോ ഹിസ് ഫ്രണ്ട്സ് ഹാഡ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ, ബട്ട് ദേ ആർ ഓക്കെ. അതായത് മിസ്റ്റർ സ്നെയിൽ, നമുക്കറിയാം ഒച്ചെന്ന് പറയുന്നത് നല്ല മെല്ലെ നടക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മിസ്റ്റർ സ്നെയിൽ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ഈ മെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് എല്ലാ സമയവും. പക്ഷെ അവർക്ക് അതിന് പ്രശ്നമൊന്നുമില്ല, ബട്ട് ദേ ആർ ഓക്കെ, അവർക്കത് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു കാറ്റർപില്ലർ പറയുകയാണ്. പൂർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അതായത് പാവം സ്നെയിലാണ്, പക്ഷെ അവൻ്റെ കാര്യം ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാറുണ്ട്. വൺ ഫൈൻ ഡേ, അതായത് ഫൈൻ ഡേ എന്ന് പറയുന്നത് ഒരു നല്ല ദിവസം, മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വാക്ക്. അതായത് അവന് നടത്തം ആരംഭിച്ചു. ഹി വാക്സ് ആൻഡ് വാക്സ് അലോങ് ദ റോഡ്സ്. അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡുകളിലൂടെ എല്ലാം. സൂൺ ദ സ്കൈ ടേൺ ഡാർക്ക്. അതായത് പെട്ടെന്ന് തന്നെ മേഘം ആകെ ഡാർക്ക്, ഇരുട്ടായി, കാർമേഘം വന്നു. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. അതായത് മഴ പെയ്യാൻ തുടങ്ങി. ദ കോൾഡ് വിൻഡ് ബ്ലോസ്, ദ റോഡ് ഗെറ്റ് ഫ്ലഡഡ്. അതായത് കോൾഡ് വിൻഡ്, അതായത് തണുത്ത കാറ്റുകൾ ഉയരാൻ തുടങ്ങി. അതുപോലെ തന്നെ റോഡുകളൊക്കെ വെള്ളമാകെ നിറഞ്ഞു. നോ, ഐ ഷുഡ് നോട്ട് ഫെയിൽ. അതായത് എനിക്കിതിൽ നിന്ന് തോറ്റ് കൊടുക്കാൻ പറ്റില്ല. അതായത് മെയിൽ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് മിസ്റ്റർ സ്നെയിലിന്. ദ റോഡ് ആർ ബാഡ്. അതായത് റോഡുകളെല്ലാം വളരെ മോശമാണ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. അപ്പോൾ അതിനെ തുടർന്ന് മിസ്റ്റർ സ്നെയിൽ വളരെ വിഷമത്തിലാണ്. അപ്പോൾ ഹൗ വിൽ ഐ ഗോ, എങ്ങനെയാണ് ഞാൻ പോവുക? അപ്പോൾ അവിടെ ഒരു
എന്താ പറയുക, ഫ്രോഗ് പറയുന്നുണ്ട് ഹ ഹ ഹ. ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? നിനക്ക് നീന്താൻ കഴിയുമോ മിസ്റ്റർ സ്നെയിൽ എന്ന് പറയുകയാണ്. ഒരു കളിയാക്കിയിട്ടുള്ള ഒരു പറച്ചൽ രീതിയിലാണ് അവിടെ തവള പറയുന്നത്. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ, ഇറ്റ് ഈസ് ഫോർ സെയിൽ. അപ്പോൾ അതായത് മിസ്റ്റർ സ്നെയിൽ എന്താണ്, കാണുകയാണ് ഒരു ട്രാക്ടർ. ആ ട്രാക്ടർ എന്താണ്, സെയിലിന് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ, ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. ഞാൻ എന്തായാലും നിർബന്ധമായും ഞാൻ ഈ മേടിക്കും ഈ ട്രാക്ടർ. അപ്പോൾ എനിക്ക് എന്താ, കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗത്തിൽ ഫാസ്റ്റായിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും, നീങ്ങാൻ പറ്റും. ഹി ബൈസ് ദ ട്രാക്ടർ, ഇറ്റ് മേക്ക് ഹിം മൂവ് ഫാസ്റ്റർ. അപ്പോൾ അങ്ങനെ അവന് ആ ട്രാക്ടർ മേടിച്ചു. അത് കാരണം അവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ്, വേഗത്തിൽ തന്നെ പോകാൻ പറ്റി. Look how Mr. Snail goes. Now his mail is on right time. നോക്കൂ എന്ത് വേഗത്തിലാണ് പോകുന്നതെന്ന്. ഇപ്പോൾ അവൻ്റെ മെയിലുകളെല്ലാം കൃത്യസമയത്ത് തന്നെ വരുന്നു എന്ന് മിസ്റ്റർ ഫോക്സ് പറയുകയാണ്. Then did you like the story of Snail? നിങ്ങൾക്ക് ഈ സ്റ്റോറി ശരിക്കും ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു അല്ലേ? അതായത് അവരുടെ ചിത്രങ്ങളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്? കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോൺവേഴ്സേഷൻ, സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഔള് പറയുന്നത് ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആൻഡ്. അതായത് ഈ ലെറ്റർ എൻ്റെ ആൻറ്റിൽ നിന്നുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചോദ്യമായിരിക്കും അവിടെ അപ്പം മിസ്റ്റർ ഹണിബി ചോദിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ്, ഹു സെൻഡ് ദിസ് ലെറ്റർ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ആപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് വാട്ട് ഈസ് ദിസ്, എന്താണിത്. അപ്പോൾ പറയുകയാണ് ഇതെൻ്റെ ആൻറ്റി തന്നിട്ടുള്ള ലെറ്റർ ആണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്നെയിലിൻ്റെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഗോ ടു പൂപ്പ ആക്ടിവിറ്റി 70 to 90, അതായത് 17 മുതൽ 19 വരെയുള്ള ആക്ടിവിറ്റി ബുക്കിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 മുതൽ 19 വരെയുള്ള ആക്ടിവിറ്റീസ് മൊത്തം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ മുഴുവൻ കാര്യങ്ങളും ആ പ്ലേലിസ്റ്റിലുണ്ട് ഇംഗ്ലീഷിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ 2ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആയിട്ടുള്ള മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നിവ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.